നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ ഭൂരിപക്ഷം MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാൻ കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചത് മൂലമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ചിലവിലെ നാട്ടുകാരുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ജൽജീവൻ മിഷൻ വഴി അനുവദിച്ചു കിട്ടിയ കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നിൽ നാടിന് സമർപ്പിച്ചു. തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശു നീക്കിയ സംഭവത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം. റേഞ്ച് ഓഫീസർ TK മനോജിനെ പത്തനാപുരത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കുരിശുപാറ പ്രദേശം പരിധിക്ക് പുറത്ത്. BSNL ടവർ കുറച്ചു ദിവസമായി പ്രവർത്തിക്കാതെ വന്നതോടെയാണ് കുരിശുപാറ നിവാസികൾ ദുരിതത്തിലായത്. കോതമംഗലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി സ്വകാര്യ ബസ് ഉടമകളും. ജൂൺ 3, 4 തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രയോ സൗകര്യമൊരുക്കിയാണ് സ്വകാര്യ ബസ് ഉടമകൾ വ്യത്യസ്തരായത്. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ ഭൂരിപക്ഷം MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാൻ കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചത് മൂലമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് രാജാക്കാട് പഴയ വിടുതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവായങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനമായിരുന്നു CP മാത്യു ഉന്നയിച്ചത്. ഇടുക്കി ജില്ലയിൽ ആവശ്യത്തിന് MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കോൺഗ്രസിന് അതെല്ലാം നഷ്ടമായി. അതിന് കാരണം സീറ്റ് വീതം വെപ്പാണ്. വേണ്ടവർക്ക് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നും ജനങ്ങൾ എത്ര കണ്ട് സഹിക്കുമെന്നും CP മാത്യു ചോദിച്ചു. ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പിടിച്ചെടുക്കാവുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കണമെന്നും CP മാത്യു ആവശ്യപ്പെട്ടു. പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് കോൺഗ്രസ് എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് പഴയ വിടുതിയിൽ CP മാത്യു നിർവഹിച്ചത്. പരിപാടിയിൽ വെച്ച് രാജാക്കാട് പഞ്ചായത്തിലെ വാർഡ് പ്രസിഡന്റുമാർക്ക് ID കാർഡുകൾ വിതരണം നടത്തുകയും ആദരിക്കുകയും ചെയ്തു. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ അധ്യക്ഷത വഹിച്ചു. R ബാലൻപിള്ള, KS അരുൺ, MT അർജുനൻ, ബെന്നി കുന്നേൽ, ബെന്നി പാലക്കാട്, മിനി ബേബി, കിങ്ങിണി രാജേന്ദ്രൻ, പ്രിൻസ് കന്യാകുഴിയിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചിലവിലെ നാട്ടുകാരുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ജൽജീവൻ മിഷൻ വഴി അനുവദിച്ചു കിട്ടിയ കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നിൽ നാടിന് സമർപ്പിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് കുടിവെള്ള പദ്ധതി അനുവദിച്ചത്. വാട്ടർ ടാങ്ക് പണിയുന്നതിന് സ്ഥലം വിട്ടു നൽകിയ സോവി ഇളയെടുത്ത് കുന്നേലിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചിലവ് വാട്ടർ ടാങ്കിന് സമീപമുള്ള നിരവധി വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരുന്നു. നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് പ്രദേശവാസികൾ ചേർന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയത്. ഇതേ തുടർന്ന് മന്ത്രി ഇടപെടുകയും ജൽജീവൻ മിഷൻ വഴി കുടിവെള്ള പദ്ധതി അനുവദിച്ച് നൽകുകയുമായിരുന്നു. മാത്യു എബ്രാഹിം വാരിക്കാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നിൽ നാടിന് സമർപ്പിച്ചു. കുടിവെള്ളം എത്തിക്കാനുള്ള വലിയൊരു സ്കീം ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ നടക്കും. നമുക്ക് ഇടുക്കിയിലേക്ക് കടന്നു വന്നാൽ എല്ലാ പഞ്ചായത്തുകളിലും കോടിക്കണക്കിന് രൂപയുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് യോജിച്ചാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, മറ്റ് മേഖലകളുമായി ചിന്തിക്കുമ്പോൾ കേരളത്തിന്റെ ദൃഢനിശ്ചയം ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ടൊന്ന് നമുക്ക് വലിയ കേന്ദ്രാവിഷ്കരണ പദ്ധതികളെല്ലാം കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള വലിയ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളാണ്. ചടങ്ങിൽ വാട്ടർ ടാങ്ക് പണിയുന്നതിന് സ്ഥലം വിട്ടു നൽകിയ സോവി ഇളയെടുത്ത് കുന്നേലിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. റെജി കുന്നംകോട്ട്, റസാഖ് നൈനു കുന്നേൽ, തോമസ് മൈലാടൂർ, അനസ് ഇല്ലിക്കൽ, ബെന്നി ചെറുവള്ളാത്ത്, ജോസ് പാലാട്ട്, അനു ആന്റണി, നെവിൻ പട്ടാംകുളം, ബേബിച്ചൻ മൂലാശ്ശേരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശു നീക്കിയ സംഭവത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം. റേഞ്ച് ഓഫീസർ TK മനോജിനെ പത്തനാപുരത്തേക്കാണ് സ്ഥലം മാറ്റിയത്. തൊമ്മൻകുത്ത് പള്ളി വിശ്വാസികളും CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും റേഞ്ച് ഓഫീസർക്കെതിരെ സമരം നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് നാരങ്ങാനത്ത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിച്ചത്. പിറ്റേ ദിവസം തന്നെ കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കുകയും ചെയ്തു. കുരിശ് സ്ഥാപിച്ച സ്ഥലം കൈവശ ഭൂമിയാണെന്നാണ് പ്രദേശവാസികളുടെ വാദം. എന്നാൽ വനഭൂമിയാണെന്ന് വനം വകുപ്പും പറയുന്നു.
കുരിശ് പൊളിച്ച വനം വകുപ്പിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് ഇടവക വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കുരിശ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴിയും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കോതമംഗലം രൂപതാ വികാരി ജനറൽ തൊമ്മൻകുത്ത്, സെന്റ് തോമസ് പള്ളി വികാരി എന്നിവർക്കെതിരെ വനം വകുപ്പ് കേസുമെടുത്തു. കുരിശ് നീക്കം ചെയ്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെയും വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത നടപടിയിലും പ്രതിഷേധിച്ച പ്രദേശവാസികൾ സമരവും സംഘടിപ്പിച്ചിരുന്നു. CPM, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും കാളിയാർ റേഞ്ച് ഓഫീസർക്കെതിരെ സമരം നടത്തി. വനം വകുപ്പ് കേസെടുത്തവർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് നൽകി പിറ്റേ ദിവസം തന്നെ പ്രതികളാക്കപ്പെട്ടവർക്ക് തൽക്കാലം നോട്ടീസ് നൽകേണ്ട എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. കാളിയാർ റേഞ്ച് ഓഫീസർക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. റേഞ്ച് ഓഫീസിലേക്ക് 2 തവണ സമരവും സംഘടിപ്പിച്ചു. ഇതിനു പുറമെയാണ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. റേഞ്ച് ഓഫീസർ TK മനോജിനെ പത്തനാപുരത്തേക്കാണ് സ്ഥലം മാറ്റിയത്. ഒരു വിഭാഗം ജനപ്രതിനിധികൾ അവഗണിച്ച ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കാപ്പിപ്പൊടി അച്ഛന്റെ യാത്രയയപ്പും അനുഗ്രഹവും. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷേർലി ജോണിനാണ് വിരമിക്കുന്ന ദിവസം വ്യത്യസ്തമായത്. ആശ്രമത്തിന്റെ കാര്യത്തിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോഴാണ് സെക്രട്ടറി വിരമിക്കുന്ന വിവരം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അറിയുന്നത്. തുടർന്ന് ഒരു സമ്മാനവും നൽകി ആശംസകൾ നേരുകയായിരുന്നു. ഏതാനും മെമ്പർമാരും ഈ സമയം സന്നിഹിതരായിരുന്നു. ഇവിടെ നിന്നും ഇന്ന് റിട്ടയർ ചെയ്തു. 34 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഭർത്താവും ഇന്ന് തന്നെ റിട്ടയർ ചെയ്യുന്ന ദിവസമാണ്. സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്ന സഹായം എല്ലാം ചെയ്തിട്ടാണ് മാഡം പടിയിറങ്ങുക. എത്ര നാൾ ചെയ്തു എന്നല്ല, ചെയ്യുന്ന കാലത്ത് എന്ത് ചെയ്തു എന്നതാണ് മനുഷ്യൻ്റെ മഹത്വം. അത് ഷേർലി മാഡത്തിന് അഭിമാനിക്കാം. ഇവിടെ എല്ലാ സ്ഥാപനത്തോടും ചേർന്ന് എല്ലാവരുടെ ഭാവികാല ഭാവങ്ങളും നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കുരിശുപാറ പ്രദേശം പരിധിക്ക് പുറത്ത് പ്രദേശത്തെ ഏക മൊബൈൽ ഫോൺ ടവർ BSNLന്റേതാണ്. ഈ ടവർ കുറച്ചു ദിവസമായി പ്രവർത്തിക്കാതെ വന്നതോടെയാണ് കുരിശുപാറ നിവാസികൾ ദുരിതത്തിലായത്. വട്ടയാറിൽ നിന്നാണ് ടവറിലേക്കുള്ള വൈദ്യുത കണക്ഷൻ എടുത്തിരിക്കുന്നത്. വട്ടയാറിൽ വൈദ്യുതി മുടങ്ങിയതോടെയാണ് കുരിശുപാറയിലെ ടവർ പ്രവർത്തനം മുടങ്ങിയത്. ടവറിന്റെ സമീപം സോളാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കനത്ത മഴ മൂലം ചാർജ് ആകാത്ത അവസ്ഥയുമുണ്ട്. ഇതോടെയാണ് പ്രദേശത്തെ ജനം ടവറിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ടവർ പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലെന്നും അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു അപകടം ഉണ്ടായാൽ ഇപ്പോൾ കാലവർഷം വളരെ ശക്തമാണ്. നമ്മുടെ നാട്ടിലും കാറ്റും മഴയും ഒക്കെ വലിയ രീതിയിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ട്. ഒരു അപകടം ഉണ്ടായാൽ പരസ്പരം ഒന്ന് വിളിച്ചറിയിക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാത്തത്. മറ്റു പ്രദേശത്തൊക്കെ നമുക്കറിയാം, മറ്റ് പ്രൈവറ്റ് കമ്പനികളുടെ അടക്കമുള്ള നെറ്റ്വർക്ക് സേവനമുണ്ട്. പക്ഷെ നമ്മുടെ മേഖലയിൽ ഏക ആശ്രയം എന്ന് പറയുന്നത് BSNL ആണ്. ആ BSNL ടവർ നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സേവനം ലഭ്യമല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രതിഷേധം, ഒരു റീത്ത് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഇടയായത്. തീർച്ചയായിട്ടും ഇത് BSNL ഓഫീസിലേക്ക് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള, കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹുജന മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എത്രയും വേഗം BSNL അധികാരികൾ ഇടപെട്ട് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം നിങ്ങൾ കാണണം. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മറ്റ് ജീവനക്കാരെല്ലാം ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രതിഷേധം നേരിട്ടിട്ടുണ്ട്. കോതമംഗലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി സ്വകാര്യ ബസ് ഉടമകളും. ജൂൺ 3, 4 തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയാണ് സ്വകാര്യ ബസ് ഉടമകൾ വ്യത്യസ്തരായത്. ആന്റണി ജോൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ പങ്കാളികളാകുന്നത് ഏറ്റവും മാതൃകാപരമായ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ലഹരിക്കെതിരെ പോരാടാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സ്വകാര്യ ബസ്സുകൾ ജൂൺ 3, 4 തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ നിരക്കും ഒരുക്കുകയാണ്. ഐഷാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ മാതൃകാപരമായ പരിപാടി ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ആകെ പിന്തുണയോടെ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ സ്വകാര്യ ബസ് ഉടമകളും പങ്കാളികളാകുന്നത് ഏറ്റവും മാതൃകാപരമായ പ്രവൃത്തിയാണെന്ന് MLA പറഞ്ഞു. പലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്നത് പിന്നീട് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ യുവതലമുറയുടെ ചെറുപ്പക്കാരുടെ ചിന്താശേഷിയെ, കാര്യശേഷിയെ, കർമ്മശേഷിയെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാസലഹരിയെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. ഏതായാലും ആ ഒരു മഹത്തായ സന്ദേശമാണ് ഇന്ന് ഐഷാസ് ഗ്രൂപ്പ് ഇവിടെ സമൂഹത്തിന് മുൻപാകെ വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നൂറുകണക്കിന് കുട്ടികൾ ഈ ബസ്സിലൂടെ രാവിലെയും വൈകുന്നേരവും ഒക്കെയായി വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഒരു സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ട് കുട്ടികൾ മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കൂടി സമൂഹത്തിനാകെ ഈ ഒരു സന്ദേശം, ഈ ഐഷാസ് ഗ്രൂപ്പ് നൽകുന്ന സന്ദേശം പകർന്നു നൽകണം. അങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഹരി എന്ന മഹാവിപത്തിനെതിരായിട്ടുള്ള നമ്മളിപ്പോൾ
സംഘടിപ്പിച്ചു വരുന്ന പോരാട്ടം കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സമൂഹത്തിൻ്റെ ആകെ പിന്തുണയുണ്ടാകണം. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അടക്കം നമ്മൾ പ്രത്യേകിച്ച് ഇന്നലെ ഒരു അധ്യയന വർഷം ആരംഭിച്ചു. ആ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ സ്കൂളുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഐഷാസ് ഗ്രൂപ്പ് ഇതുപോലെ മാതൃകാപരമായ ഒരു ഇടപെടൽ നടത്തി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബസ് ഉടമകളെയും ബസ്സിൻ്റെ ജീവനക്കാരെയും ബസ്സിൻ്റെ സംഘടനയുടെ ഭാരവാഹികളടക്കം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നന്നായി തന്നെ ഈ ഒരു പ്രവർത്തനം ഏറ്റവും അടിയന്തരമായി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്രവർത്തനം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ തുടർന്നും ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കോതമംഗലം ട്രാഫിക് SI CP ബഷീർ, PBOA സെക്രട്ടറി നവാസ് CB, ഐഷാസ് ഗ്രൂപ്പ് MD ഷാജി തോപ്പിക്കുടിയിൽ, ഷംസുദ്ദീൻ തോപ്പിക്കുടിയിൽ, തങ്കച്ചൻ എലഞ്ഞിക്കമാലി, ദിലീപ് AJ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ണപ്പുറം 40 ഏക്കറിൽ 18 കിലോ തൂക്കം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടി. പൂവത്തിങ്കൽ PN ശശിയുടെ വീടിന് സമീപത്തെ കോഴിക്കൂട്ടിലാണ് പെരുമ്പാമ്പ് കയറിയത്. രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കുവാൻ ചെന്നപ്പോഴാണ് കോഴികളെ വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നും അവർക്ക് മുന്നേറാനുള്ള കരുത്ത് പകരുക എന്നതാണ് നമ്മുടെ ദൗത്യമെന്നും ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ് പടമുഖം സ്നേഹമന്ദിരം സന്ദർശിച്ച് അവിടുത്തെ അന്തേവാസികൾക്ക് വിരുന്നു നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകളെ കാണുവാനും പഠനത്തിനായി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുവാനുമാണ് ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ് പടമുഖം സ്നേഹമന്ദിരത്തിലെത്തിയത്. അദ്ദേഹത്തിന്റെ മാതാവിനോടൊപ്പമായിരുന്നു സന്ദർശനം. സ്കൂൾ പ്രവേശന ദിനത്തിൽ എല്ലാ വർഷവും സ്കൂളിലേക്ക് യാത്രയാകുന്ന സ്നേഹമന്ദിരത്തിലെ കുട്ടികളെ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട് ADM. പുസ്തകം വായിക്കുമ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത് കുട്ടികൾ വിചാരിക്കരുത് ഇത് ഞങ്ങൾക്ക് ദോഷകരമായി ദൈവം ചെയ്തതാണ് എന്ന് വിചാരിക്കരുത്. നല്ല ഒരു പപ്പയും മമ്മിയും നിങ്ങൾക്കുണ്ട്. ഈ അനുഭവത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുള്ളത് കൊണ്ട് പറയാം, പല കുടുംബത്തിലും വലിയ കാശും സ്വാധീനവും ഔദ്യോഗിക പദവികളും ഉള്ളതിൽ സമാധാനമില്ല. ഇവിടെ നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളാണ് ഞാൻ പറയുമ്പോൾ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാലകനെ പോലെ വളർന്ന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ആൾക്കാരാണ് എന്നുള്ളത് നിസ്തർക്കം പറയാം. അബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. രണ്ടാനമ്മ വന്നു. ഒരുപാട് ബുക്സൊക്കെ വായിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹം അമ്മാവിന്റെ സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. ചെരുപ്പൂത്തിയായിട്ട് ജോലി ചെയ്യേണ്ട വന്നു. വിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട്, അതായത് മറ്റു വീട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുമ്പോൾ അതിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനായിട്ട് സാധിച്ചെങ്കിൽ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളെ തളർത്തിക്കളയാനല്ല. പടമുഖം സെന്റ് ജോസഫ് UP സ്കൂളിൽ നിന്നും 2 വർഷത്തെ സേവനത്തിനു ശേഷം സ്ഥലം മാറിപ്പോകുന്ന ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സുദീപയെ ADM ഷോൾ അണിയിച്ച് ആദരിച്ചു. സ്നേഹമന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ പടമുഖം ഫൊറോന ദേവാലയ വികാരി ഫാദർ ഷാജു ചാമക്കാല അധ്യക്ഷത വഹിച്ചു. സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ ഡോക്ടർ VC രാജു, നോബിൾ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം D ക്ലാർക്ക് സെബാസ്റ്റ്യൻ, ഇടുക്കി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ, അടിമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി സജി കണ്ണാട്ട്, സ്നേഹമന്ദിരം PRO ജോർജ് അമ്പഴം, സിസ്റ്റർ അർപ്പിത, ഷൈനി രാജു, മുരിക്കാശ്ശേരി മർച്ചന്റ്സ് അസോസിയേഷൻ അംഗം ബിജു തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഈ സ്കൂളിലെ പിള്ളേരെ കണ്ടൊരു പ്രത്യേകത നല്ല ഫേസും നല്ല ആറ്റിറ്റ്യൂഡും കൂടി പല പരിപാടിയും സൈലന്റ് ആയിരിക്കുന്ന കുട്ടികളെയാണ് കണ്ടിരിക്കുന്നത്.
ഇന്ന് നമ്മുടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ആ ഒരു ഫീല് തോന്നിയില്ല. എല്ലാ കുട്ടികളും ആക്റ്റീവായിട്ടിരിക്കണം. നമ്മുടെ അച്ഛൻ എനിക്ക് മുമ്പ് പറഞ്ഞ സോണി സാറും നിങ്ങളെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ വളർന്നു വരുന്ന നിങ്ങളുടെ തലമുറയാണ്. നിങ്ങൾ കാണിക്കുന്ന ശീലം അതാണ് നമ്മുടെ സമൂഹത്തിന് ലഭിക്കുന്നത്. ആ സമൂഹം വളർന്നാണ് നമ്മുടെ നാടും നമ്മുടെ നാട്ടിലേക്കും നാടിന് പുറത്തേക്കുമെല്ലാം ആ നന്മകളാണ് വളരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ആദ്യമേ സ്കൂളിൽ എത്തുക. വാർഡ് മെമ്പർ മായ ദിനേശൻ, ഫാദർ ജോസഫ് കുന്നംപുറത്ത്, ജോഷി മാത്യു, MPTA പ്രസിഡന്റ് ജെസി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ സോണി മാത്യു സ്വാഗതവും സിജി മാത്യു നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളെ മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും കൊടുത്ത് സ്വീകരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പൈങ്കുളം. സുവർണ ജൂബിലി വർഷത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം വ്യത്യസ്തമായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് വേനൽക്കാല അവധിക്ക് ശേഷം സ്കൂൾ മുറ്റത്തെത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പുതിയതായി എത്തിയ വിദ്യാർത്ഥികളുടെ പേരുകൾ ബോർഡിൽ ആലേഖനം ചെയ്തിരുന്നു. പുതിയതായി എത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ ക്യാമ്പസ് ബീറ്റ് ഓഫീസർ റെസീന മുഖ്യ പ്രഭാഷണം നടത്തി. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കൗതുകമായി. വിദ്യാലയത്തിന്റെ മുറ്റത്തെത്തിയ കുട്ടികളെ സ്വീകരിച്ചത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബാണ്. ആശംസാ കാർഡും പേനയും ഏറ്റുവാങ്ങി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു. പുതിയതായി എത്തിയ വിദ്യാർത്ഥികളുടെ എല്ലാം പേരുകൾ ബോർഡിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. പുതുതായി എത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദേവിക രമേശ് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടകയായത് പുത്തൻ അനുഭവമായി. സ്കൂൾ ക്യാമ്പസ് ബീറ്റ് ഓഫീസർ റെസീന മുഖ്യപ്രഭാഷണം നടത്തി. അച്ഛന്മാര് കാണരുത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനങ്ങാണ്ട് നമുക്ക് പറ്റിയെടുത്തൊക്കെ ഒളിച്ചൊക്കെ വെച്ച് അന്ന് നമ്മളെ മക്കളെ ശ്രദ്ധിച്ചറിയാൻ മക്കളുടെ മൊത്തത്തിൽ ഒരു പരിഭ്രമമായിരിക്കും. കാരണം ആദ്യം കളത്തരം ചെയ്യേണ്ടത് ഇതൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ പുറകെ ഉണ്ടാവണം. നമ്മളൊരു കുഞ്ഞാവ് ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം പിടിച്ച് നടത്തിക്കുന്നത്? എങ്ങനെയാ? ഇങ്ങനെ ഈ ഒരു വെള്ളം പിടിച്ച് നമ്മൾ നടത്തിക്കാൻ നമ്മുടെ കയ്യിൽ പിടിച്ച അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എന്തായിരിക്കണം? ആ മക്കളുടെ കയ്യിൽ പിടി നമ്മൾ വിടാൻ പാടില്ല. അച്ഛനായാലും ശരി, അമ്മയായാലും ശരി. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം ട്രാൻസ്ഫറായി പോകുന്ന ഏവരുടെയും പ്രിയപ്പെട്ട റോസ്മേരി ടീച്ചറുടെ വാക്കുകൾ ഹൃദയഹാരിയായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് ബിജോ അഗസ്റ്റിൻ നന്ദി പറഞ്ഞു. മധുരം നുകർന്ന് കുട്ടികൾ പുത്തൻ അധ്യയന വർഷത്തിലേക്ക് കടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലത്ത് അംഗൻവാടി താലൂക്ക് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അയിരൂർപ്പാടം അംഗൻവാടിയിൽ നടത്തിയ യോഗം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി അംഗൻവാടിയിലെത്തിയ കുട്ടികളെ കിരീടവും പൂക്കളും ബലൂണും മധുരവും നൽകി സ്വീകരിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഉത്സവാന്തരീക്ഷത്തിൽ കുരുന്നുകളെ വരവേൽക്കാൻ അയിരൂർപ്പാടം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അംഗനവാടി പ്രവേശനോത്സവം പിണ്ടിമന പഞ്ചായത്തിലെ 10ാം വാർഡിലെ 14ാം നമ്പർ അയിരൂർപ്പാടം അംഗനവാടിയിൽ കുരുന്നുകൾക്ക് കിരീടവും പൂക്കളും ബലൂണും മധുരവും നൽകി സ്വീകരിച്ചുകൊണ്ട് ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏതായാലും പിണ്ടിമലയിലെ എല്ലാ അംഗനവാടികളും വളരെ മാതൃകാപരമായി തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളതുപോലെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഴുവൻ അംഗനവാടികളിലും ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അധ്യയന വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്നലെ ഏതാണ്ട് 40 ലക്ഷത്തോളം കുട്ടികൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് കേരളത്തിൽ സ്കൂളുകളിലേക്ക് വരികയാണ്. അതിന് സമാനമായി ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ അംഗനവാടികളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മേഖല ആകെ സജീവമായി ഇന്നു മുതൽ മുന്നോട്ട് പോവുകയാണ്. നല്ല നിലയിൽ തന്നെ കുട്ടികൾക്ക് എല്ലാ നിലയിലുമുള്ള സൗകര്യവും സാഹചര്യവും ഓരോ അംഗനവാടിയിലും ഒരുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നന്നായി തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരും, ഇത് ആദ്യ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്പം കരച്ചിലും ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവർക്ക് ഈ ഒരു അന്തരീക്ഷം എല്ലാ ദിവസവും നമുക്ക് നല്ല നിലയിൽ സന്തോഷകരമായ ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ പകരാൻ കഴിയുന്ന നിലയിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെല്ലാവരുടെയും കൂട്ടായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷയായി. വാർഡ് മെമ്പർ SM അലിയാർ, ICDS സൂപ്പർവൈസർ വിമല, വർക്കർ സിജി ആന്റണി, ഹെൽപ്പർ അലീമ അബ്ദുൾ റഹ്മാൻ, ALMC അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. അലങ്കാരങ്ങളും കുട്ടികളുടെയും അമ്മമാരുടെയും പാട്ടും കളികളും ഉത്സവാന്തരീക്ഷം നൽകി. വർഷങ്ങളായി പിണ്ടിമന പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മാതൃക സ്മാർട്ട് അംഗനവാടിയാണ് അയിരൂർപ്പാടം അംഗനവാടി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വെളിയച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സസ്നേഹം മിനിസ്ട്രിയുടെ കോർഡിനേറ്റർമാരായ ജോഷി ജോസഫ്, സിജോ പീറ്റർ എന്നിവർ ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പിച്ചാപ്പിള്ളിയുടെ സാന്നിധ്യത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജേക്കബ് AJ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി.
കുട്ടികളിൽ ലഹരിക്കെതിരെയുള്ള മനോഭാവം ഉണ്ടാകുവാൻ വേണ്ടി 2025-2026 വർഷത്തിൽ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംവാദങ്ങളും പഠന പ്രവർത്തനങ്ങളും നടത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വെളിയേച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സസ്നേഹം മിനിസ്ട്രിയുടെ കോർഡിനേറ്റർമാരായ ജോഷി ജോസഫ്, സിജോ പീറ്റർ എന്നിവർ ക്ലാസ് നയിച്ചു. ലഹരി എന്ത് ചെയ്യുന്നു? സുഖം തന്ന് അസുഖത്തിലെത്തിക്കുന്നു. സുഖം തരുന്ന മകൻ തൽക്കാലത്തേക്ക് ഒരു സുഖം തരും, അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദുരിതം, അസുഖത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ, അല്ലേ? ലഹരി ആദ്യം സംരക്ഷിക്കും, പിന്നെ സംതരിയും. ആദ്യം നിങ്ങളെ സംരക്ഷിക്കുന്ന പോലെയൊക്കെ തോന്നും, ഒരു സുഖം, ഒരു രസം ഒക്കെ തോന്നും. ആദ്യം സംരക്ഷിക്കും, പിന്നീട് സംതരിയും. ആദ്യം സുഖം തരും, പിന്നെ നമുക്ക് തരുന്നു അസുഖം തരും. അതാണ് ആദ്യം ദുഃഖം നീക്കും, പിന്നീട് ദുരിതം തരും, അല്ലേ? ചിലർ സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടി രസത്തിനോട് കഴിയും, ദുഃഖമൊക്കെ മാറും കേട്ടോ, നല്ല ഹാപ്പി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തീരാ ദുരിതത്തിലേക്ക് കൊണ്ടുപോകും, നമ്മളെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നം, അല്ലേ? കിട്ടിയോ? സുഖം തരുന്നു, പിന്നീട് തരുന്നു. ഒറ്റ വാക്കിലേക്ക് പറയാം, ലഹരി സ്വർഗാനുഭവം നൽകി നരകത്തിലെത്തിക്കുന്നു. ഒറ്റ വാക്കി പറഞ്ഞു, നരക ജീവിതമായിരിക്കും. നരക ജീവിതം എന്നാൽ ഞാൻ ഒന്നിന്റെ വീഡിയോസിൽ നിന്ന് കാണിച്ചു തരാൻ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞോ? ഒരു പറയാം, എന്തായിരുന്നു? സുഖം തന്ന് അസുഖത്തിലെത്തിക്കുന്നു, ദുഃഖം മാറ്റും, എന്നിട്ടെന്ത് ചെയ്യും? തീരാ ദുഃഖത്തിലെത്തിക്കുന്നു, അല്ലെ? അങ്ങനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്, നമ്മളറിയാലോ. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പിച്ചാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജേക്കബ് AJ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂളിലെ അധ്യാപകരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ ഭൂരിപക്ഷം MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാൻ കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചത് മൂലമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ചിലവിലെ നാട്ടുകാരുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി ജൽജീവൻ മിഷൻ വഴി അനുവദിച്ചു കിട്ടിയ കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് ഇർണാകുതിൽ നാടിന് സമർപ്പിച്ചു. തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശു നീക്കിയ സംഭവത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസർക്ക് സ്ഥലമാറ്റം. റേഞ്ച് ഓഫീസർ TK മനോജിനെ പത്തനാപുരത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കുരിശുപാറ പ്രദേശം പരിധിക്ക് പുറത്ത് BSNL ടവർ കുറച്ചു ദിവസമായി പ്രവർത്തിക്കാതെ വന്നതോടെയാണ് കുരിശുപാറ നിവാസികൾ ദുരിതത്തിലായത്. കോതമംഗലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി സ്വകാര്യ ബസ് ഉടമകളും. ജൂൺ 3-4 തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രയോ സൗകര്യമൊരുക്കിയാണ് സ്വകാര്യ ബസ് ഉടമകൾ വ്യത്യസ്തരായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.